ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറീസ് ആണ്. അപ്പോൾ എന്താണ് ഡിസൊല്യൂഷൻ എന്നും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഫേം ഡിസോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, എന്താണ് ഡിസൊല്യൂഷൻ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദ ടേം ഡിസൊല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ ഡിസ്കണ്ടിന്യൂഷൻ. എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഡിസ്കണ്ടിന്യൂഷൻ. എന്താണ്? കണ്ടിന്യൂ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മളത് നിർത്തുകയാണ് അല്ലേ. പാർട്ണർഷിപ്പ് നിർത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ എന്തൊരു സംഭവമായാലും നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസൊല്യൂഷൻ എന്ന് പറയാം. ഇൻ എ പാർട്ണർഷിപ്പ് ഓർഗനൈസേഷൻ ദർ ക്യാൻ ബി ടു ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷൻ. എന്താണ്? പാർട്ണർഷിപ്പ് ഓർഗനൈസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഡിസൊല്യൂഷൻ ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, സെക്കൻഡ് വൺ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്നും അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്? അതായത് ഒരു പാർട്ണർഷിപ്പിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ണർഷിപ്പ് എന്ന് നമുക്കറിയാം. ആ പാർട്ണർഷിപ്പിൽ എന്താണ്, നമ്മൾ ആ ഒരു എഗ്രിമെന്റിനെ ബ്രേക്ക് ചെയ്യാണ്. അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു എഗ്രിമെന്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം. അപ്പൊ എന്താണ്, പഴയ വന്ന ആ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്തായി? ഡിസ്കണ്ടിന്യൂ ആയില്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഡിസൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ചേഞ്ചസ് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ബട്ട് ദ ഫേം മേ കണ്ടിന്യൂ ഇറ്റ്സ് ബിസിനസ് ആസ് ബിഫോർ. എന്താ പറഞ്ഞത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ തമ്മിൽ നിലനിൽക്കുന്ന ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതിനകത്താണ് ചേഞ്ച് വരുന്നത്. അല്ലാണ്ട് നമ്മുടെ ഫേം എന്താകുന്നില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഫേം പഴയ പോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാണ്? ഒരു ചേഞ്ച് വരുത്തുകയാണ്. എന്തിലൂടെ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിലൂടെ. ഇപ്പൊ നമുക്ക് അഡ്മിഷനും റിട്ടയർമെന്റും ഡെത്തും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതിലൊക്കെ വരുന്നത് എന്താണ്? ഒരു ഫേം ഉണ്ട്, അതുപോലെ തന്നെ അവിടെ പാർട്ട്നേഴ്സും ഉണ്ട്. ആ പാർട്ട്നേഴ്സിന്റെ ആ ഒരു എഗ്രിമെന്റിലാണ് ചേഞ്ചസ് വരുത്തുന്നത് അല്ലേ. അല്ലാതെ ആ ഫേം നിർത്തിയിട്ട് പുതിയത് തുടങ്ങുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫേം പൂട്ടിപ്പോവുകയാണോ ചെയ്യുന്നത്? അല്ല. ആ പാർട്ണർഷിപ്പിൽ ഒരു പുതിയൊരു പാർട്ട്ണർ വരുന്ന സമയത്ത് ആ പഴയ പാർട്ട്നേഴ്സിന്റെ ആ ഒരു എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ബിസിനസ് നിർത്തുന്നില്ല, ഫേം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്, പുതിയൊരു പാർട്ട്ണർ കൂടെ വരികയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് റിട്ടയർ ചെയ്യുന്ന സമയത്തും ഡെത്ത് ആവുന്ന സമയത്തും ഒക്കെ എന്താണ്, ബാക്കിയുള്ളവർ വെച്ചിട്ട് ആ ഒരു ഫേം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താവും? ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ് ചേഞ്ച് ആവുന്നത്? ചേഞ്ചസ് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ് ആണ്. അല്ലാണ്ട് ഫേം ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല? ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല. നേരത്തെ എങ്ങനെയാണോ മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഫേം എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ നമുക്ക് നോക്കാം, ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ്. എന്ത്? ഫേം ആണ് ഇവിടെ ഡിസോൾവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് തന്നെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. നേരത്തെ നമ്മൾ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലാണ് ഒരു ഡിസൊല്യൂഷൻ കൊണ്ടുവരുന്നത് എങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകും. പക്ഷേ ഫേം ആണ് ഡിസോൾവ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താവുകയാണ് ചെയ്യുന്നത്? ബിസിനസ് പിന്നെ മുന്നോട്ട് പോകില്ല, ബിസിനസ് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബിറ്റ്വീൻ ഓൾ ദി പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള എക്സിസ്റ്റിംഗ് എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവുകയാണ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് അവിടെയുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, എല്ലാവരും കൂടി ഒന്നും ചെയ്യുന്നില്ല അല്ലെ. ഇവിടെ എന്താണ്? എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയാം. Dissolution of the firm lead to the
ക്ലോഷർ ഓഫ് ബിസിനസ്. മറന്നുപോകരുത്, ഡിസൊല്യൂഷനിലൂടെയാണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലൂടെയാണ് അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് നിർത്തേണ്ടതായിട്ട് വരില്ല. പക്ഷെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ എന്താണ്, നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൺ ദി ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം ദ അസറ്റ്സ് ഓഫ് ദി ഫേംസ് ആർ റിയലൈസ്ഡ് ആൻഡ് ദ ലയബിലിറ്റീസ് ആർ ഡിസ്ചാർജ്ഡ്. എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് നമ്മൾ നടത്തുന്നത് എങ്കിൽ, അതായത് ഇനി ആ ഒരു ബിസിനസ് ഇല്ല, ബിസിനസ് എല്ലാം നിർത്തി നമ്മൾ പൂട്ടിക്കെട്ടി പോവാണ്, അങ്ങനെയാണ് എങ്കിൽ ആ ബിസിനസ്സിൽ അപ്പോൾ ഉള്ള അസറ്റുകളെല്ലാം എന്ത് ചെയ്യണം, വിറ്റ് പൈസയാക്കണം. അതിനെയാണ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞത്. അസറ്റ് ഓഫ് ദി ഫേം ആർ റിയലൈസ്ഡ്. എന്താ, അന്നേരം നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് അതെല്ലാം വിറ്റെടുക്കുന്നു. എന്നിട്ട് ആ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ് ഉണ്ടാകുന്ന ലയബിലിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ചാർജ് ചെയ്യാണ്, കൊടുത്തു തീർക്കാണ്. അപ്പൊ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്ത് നമ്മുടെ ബിസിനസ് എന്താക്കാണ്, പൂട്ടിക്കെട്ടി നിർത്തി നമ്മൾ പോവുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞത്. അപ്പൊ ഫേം ആണ് എങ്കിൽ എന്താണ് അവിടെ, ക്ലോഷർ ഓഫ് ബിസിനസ് ആണ്. അതുപോലെ തന്നെ ഓൺ ദി ഡിസൊല്യൂഷൻ ഓഫ് ഫേം ദ അസറ്റ്സ് ഓഫ് ദി ഫേം ഈസ് റിയലൈസ്ഡ്. എന്താണ്, ഫേമിനകത്തുള്ള അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ലയബിലിറ്റീസ് ആർ ഡിസ്ചാർജ്ഡ്. നമ്മൾ കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുത്തു തീർത്ത് എന്താണ്, നിർത്തുകയാണ് നമ്മൾ എന്തിലൂടെ ചെയ്യുന്നത്, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലൂടെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ മോഡ്സിലാണ് ഈ ഒരു ഡിസൊല്യൂഷൻ ഓഫ് ഫേം നടക്കുന്നത് എന്ന് നോക്കാം. അതായത് പല തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ആണ്. സെക്ഷൻ 40 എന്തിന്റെയാണ്, നമ്മുടെ പാർട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 40 പറയുന്നു ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ്. നമുക്കറിയാം പാർട്ണർഷിപ്പ് തുടങ്ങുന്നത് ഒരു എഗ്രിമെന്റിലാണ് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു എഗ്രിമെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. സെക്ഷൻ 40 എന്ത് പറയുന്നത്, ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് പറയുന്നത്. എ ഫേം ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ്. എന്താണ്, ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റിന്റെ റിസൾട്ട് ആണ്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ബൈ ആൻ എഗ്രിമെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഗ്രിമെന്റിലൂടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നിർത്തുകയും ചെയ്യാം. അപ്പോ എഗ്രിമെന്റ് എല്ലാ പാർട്ട്നേഴ്സും കൂടെ ചേർന്ന് തീരുമാനം എടുത്ത് എഗ്രിമെന്റ് എഴുതി എന്താണ്, ഡിസോൾവ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫേം എന്ത് ചെയ്യാം, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് സെക്ഷൻ 40 പ്രകാരം പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ മോഡാണ് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നു സെക്ഷൻ 41 കമ്പൽസറി ഡിസൊല്യൂഷൻ. എന്താണ്, ആരോ കമ്പൽ ചെയ്യാണ് അല്ലെ, കമ്പൽസറി ആയിട്ടും ഡിസോൾവ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. എവിടെ, സെക്ഷൻ 41. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഫേം ഈസ് ഡിസോൾവ്ഡ് കമ്പൽസറി ബൈ ദി ഓപ്പറേഷൻസ് ഓഫ് ലോ ഇൻ ദി ഫോളോയിങ് വേസ്. എന്താണ്, നമ്മുടെ നിയമപ്രകാരം നിങ്ങൾ ഇനി ബിസിനസ് നടത്തണ്ട, നിർത്തിക്കോ പൂട്ടിക്കോ എന്ന് പറയുകയാണ്. ഏത്, സെക്ഷൻ 41 കമ്പൽസറി ഡിസൊല്യൂഷൻ. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വേർ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ ബിക്കം ഇൻസോൾവെന്റ് ഓർ ഇൻസെയിൻ. എന്താണ്, ആ ഒരു ഫേമിൽ ഉണ്ടായിരുന്ന എല്ലാ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാ പാർട്ട്നേഴ്സോ ഇൻസോൾവെന്റ് ആകുകയോ ഇൻസെയിൻ ആവുകയോ. എന്താണ് ഇൻസോൾവെന്റ്, പാപ്പരാകുക എന്ന് പറയില്ലേ, അതായത് അവരുടെ അസറ്റിനേക്കാൾ കൂടുതൽ ലയബിലിറ്റീസ് ഉള്ള ഒരു കേസാണ് ഇൻസോൾവെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസെയിൻ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സൗണ്ട് മൈൻഡ് നഷ്ടപ്പെടുകയാണ് അല്ലെ, എന്ന് പറഞ്ഞാൽ ഭ്രാന്തായി പോവുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുപോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഇൻസെയിൻ ആയി എന്ന് പറയാം. അപ്പൊ നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന പാർട്ട്നേഴ്സിൽ എല്ലാവരുമോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരുമോ എന്താവുകയാണ്, ഇൻസോൾവെന്റോ ഇൻസെയിനോ ആവുകയാണെങ്കിൽ നമ്മുടെ ലോ പ്രകാരം എന്താണ്, ഇനി നിങ്ങൾ ഫേം നടത്തേണ്ട ആവശ്യമില്ല, അതെന്ത് ചെയ്യുക, കമ്പൽസറി ആയിട്ടും ഡിസോൾവ് ചെയ്യാൻ പറയും. കാരണം എന്താണ്, ഒരാൾ ഒഴികെ ബാക്കിയുള്ളവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരാൾ വെച്ചിട്ട് നമുക്കൊരു പാർട്ണർഷിപ്പ് നടത്താൻ പറ്റുമോ, പാർട്ണർഷിപ്പിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ വേണം അല്ലെ. അതുകൊണ്ട് തന്നെ ഒരാൾ ഒഴികെയോ അല്ലെങ്കിൽ എല്ലാവരുമോ ഇതുപോലെ ഇൻസോൾവെന്റോ ഇൻസെയിനോ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, ബൈ ലോ പ്രകാരം അത് കമ്പൽസറി ഡിസൊല്യൂഷൻ ആവേണ്ടതാണ്. രണ്ട് പറയുന്നു, വേർ ദി ബിസിനസ് ബിക്കം ഇല്ലീഗൽ. എന്താണ്, നമ്മൾ ബിസിനസ് നടത്തുന്നത്, നമ്മൾ എഗ്രിമെന്റ് ഒക്കെ എഴുതി പാർട്ട്നേഴ്സ് ഒക്കെ റെഡിയായി നിന്ന് ബിസിനസ് നടത്തുകയാണ്. പക്ഷേ ആ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ലീഗൽ ആണ്. അതായത് എന്താ, ലീഗലി നടക്കാൻ പറ്റാത്ത, ഇപ്പൊ നമ്മള് കഞ്ചാവോ, ഇവിടുത്തെ കേസിലാണെങ്കിൽ കഞ്ചാവിന്റെ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇല്ലീഗൽ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇല്ലേ, അത്തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് ഈ ഒരു ബിസിനസ് നടത്തുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നിയമപ്രകാരം ആ ഒരു ഫേം എന്ത് ചെയ്യണം, ഡിസോൾവ് ചെയ്യേണ്ടതായിട്ട് കമ്പൽസറി ഡിസൊല്യൂഷനിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നു, വെയർ ഓൾ ദി പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ ഡിസൈഡ് ടു റിട്ടയർ ഫ്രം ദി ഫേം. എന്താണ്, നമ്മൾ ഇനി പാർട്ട്നേഴ്സിന്റെ കേസ് പറയുമ്പോഴെല്ലാം ഓൾ ദി പാർട്ട്നേഴ്സ് എക്സെപ്റ്റ് വൺ എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത്
മൊത്തം പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ട്നേഴ്സും എന്ത് തീരുമാനിക്കുകയാണ്, നമ്മുടെ ഈ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എന്താണ്, പിന്നെ പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒരു ബിസിനസ് നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ വെച്ചുകൊണ്ട് ആ ഒരു ഫേം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാകുമ്പോഴും നിയമപ്രകാരം എന്താണ്, കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ് വരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് പാർട്ട്നേഴ്സ് എല്ലാവരുമോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരുമോ ഇൻസോൾവെന്റോ ഇൻസെയിനോ ആകുന്ന കേസ് പറഞ്ഞു. രണ്ടാമത് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവിടെ കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ് വരുന്നത്. പിന്നീട് നമ്മുടെ പാർട്ട്നേഴ്സിൽ എല്ലാവരുമോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെയുള്ള എല്ലാവരുമോ എന്ത് ചെയ്യാണ്, റിട്ടയർ ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്, വിരമിച്ചു പോവുകയാണ്. അങ്ങനെയാണെങ്കിലും കമ്പൽസറി ഡിസൊല്യൂഷൻ ആണ്. ദെൻ പറയുന്നു വേർ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ ഓൾ എക്സെപ്റ്റ് വൺ പാർട്ട്ണർ ഡൈ, എന്താണ്, മരിച്ചു പോവാണ് അല്ലേ, നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാം കൂടി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ട്നേഴ്സും മരിച്ചു പോകുന്ന കേസിലോ എന്താണ്, കമ്പൽസറി ഡിസൊല്യൂഷൻ അത്യാവശ്യമാണ്. അപ്പൊ ഇതാണ് നമ്മൾ രണ്ടാമത്തെ മോഡിൽ പറഞ്ഞ കമ്പൽസറി ഡിസൊല്യൂഷൻ. സെക്ഷൻ ഏതാണ്, 41 ആണ്. ദെൻ ഇനി മൂന്നാമത്തെ മോഡ് നമുക്ക് പറയാം. സെക്ഷൻ 42 പ്രകാരം ഡിസൊല്യൂഷൻ ഓൺ ദി ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസീസ്, എന്താണ്, ചില സാഹചര്യങ്ങൾ വരുന്നത് മൂലം എന്താണ്, നമുക്ക് ഡിസോൾവ് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ ഫേം നിർത്തേണ്ടതായിട്ട് വരും. ഓൺ ദി ഹാപ്പനിങ് ഓഫ് സം കണ്ടിജൻസീസ് ആണ് പറയുന്നത്. എ ഫേം ഈസ് ഡിസോൾവ്ഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ് അൺലെസ് ദർ ഈസ് ആൻ എഗ്രിമെന്റ് എമംഗ് ദി പാർട്ട്നേഴ്സ് ടു ദി കോൺട്രറി. എന്താണ്, നമുക്ക് താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഫേം എന്ത് ചെയ്യേണ്ടി വരും, ഡിസോൾവ് ചെയ്യേണ്ടി വരും. അത് ഹാപ്പനിങ് ഓൺ ദി കണ്ടിജൻസീസ് ആണ് അല്ലേ, ചിലപ്പോൾ നടക്കാതിരിക്കും. അങ്ങനെ നടക്കുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫേം ഡിസോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബൈ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, നമ്മുടെ പാർട്ട്ണർ മരിക്കുകയാണ്. അപ്പൊ നമ്മൾ എഗ്രിമെന്റിൽ എഴുതി വെച്ചേക്കാണ്, നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫേം നിർത്തും അല്ലെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു എപ്പോഴാണോ മരിക്കുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡിസോൾവ് ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത് ബൈ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. നെക്സ്റ്റ് വൺ, ബൈ ദി അഡ്ജുഡിക്കേഷൻ ഓഫ് പാർട്ട്ണർ അസ് ഇൻസോൾവെന്റ്, എന്താണ്, നമ്മുടെ കോടതി ഒരു പാർട്ട്ണറെ ഇൻസോൾവെന്റ് അല്ലെങ്കിൽ പാപ്പരായിട്ട് പ്രഖ്യാപിക്കുകയാണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഡിസോൾവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഗ്രിമെന്റിൽ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിസോൾവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോ ഓൺ ദി ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസി പറഞ്ഞതിനകത്ത് ആദ്യത്തെ കണ്ടിജൻസി എന്താണ്, ബൈ ദി ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ. രണ്ടാമത്തത് ബൈ ദി അഡ്ജുഡിക്കേഷൻ ഓഫ് എ പാർട്ട്ണർ അസ് ഇൻസോൾവെന്റ്. ദെൻ തേർഡ് വൺ പറയുന്നു ബൈ കംപ്ലീഷൻ ഓഫ് ദി വെഞ്ചർ ഫോർ വിച്ച് എസ്റ്റാബ്ലിഷ്ഡ്, അതായത് നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങിയത് ഒരു വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാം. ഇത് ചെയ്യാനാണ് നമ്മൾ ആ ഒരു ഫേം എന്താണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞു, അതായത് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്ത് പ്രോജക്റ്റ് ആണോ ഏറ്റെടുത്തത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാർട്ണർഷിപ്പിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. എപ്പോഴാണോ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫേം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അവിടെ എന്ത് ഹാപ്പൻ ചെയ്തു, ആ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്ന നമ്മൾ ഏറ്റെടുത്ത ആ ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീഷൻ വന്നു. അങ്ങനെ കംപ്ലീറ്റ് ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, ബൈ എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദി ഫേം, അതായത് നമ്മൾ എഗ്രിമെന്റ് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ എഗ്രിമെന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര വർഷം, അതായത് അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറയാണ്, എക്സ്പയറി ഡേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഡേറ്റിൽ നമുക്ക് ഇത് ഡിസോൾവ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ ഡേറ്റ് എന്നാണോ ആകുന്നത് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസിയിൽ 4 കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. ഒന്നാമത്തത് ബൈ ദി ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. Second one, by the adjudication of a partner as insolvent. Next one, on the completion of the venture for which established. Fourth one, എക്സ്പയറി ഓഫ് ദി ടേം ഓഫ് ദി ഫേം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 42 പ്രകാരം എന്ത് നടത്താൻ വേണ്ടിയിട്ട് പറ്റും, ഡിസൊല്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, 4ാമത്തെ മോഡാണ് നമ്മൾ പറയുന്നത്, ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. സെക്ഷൻ 43 ആണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 43 പ്രകാരം ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേം നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ കേസ് ഓഫ് എ പാർട്ണർഷിപ്പ് അറ്റ് വിൽ, എന്താണ്, നമ്മൾ പാർട്ണർഷിപ്പ് തുടങ്ങിയത് അറ്റ് വിൽ, നമ്മുടെ ആഗ്രഹപ്രകാരം, അതായത് ഓരോ പാർട്ട്നേഴ്സിന്റെ വില്ല് പ്രകാരമാണ് എങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് പറഞ്ഞത്, ഇൻ കേസ് ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ ദ ഫേം മേ ബി ഡിസോൾവ്ഡ് ഇഫ് എനി പാർട്ട്ണർ ഗീവ്സ് നോട്ടീസ് ഇൻ റൈറ്റിംഗ് to all the other partners of his intention
ടു ഡിസോൾവ് ദി ഫേം. എന്താണ്, നമ്മൾ പാർട്ണർഷിപ്പ് ആയിട്ട് വില്ലിലാണ് തുടങ്ങിയത് എങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് അദ്ദേഹത്തിന് തോന്നി ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിർത്താമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നോട്ടീസ് എഴുതി തയ്യാറാക്കി ആർക്ക് കൊടുക്കണം, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതുവഴിയും, അതായത് ആ നോട്ടീസ് എഴുതി തയ്യാറാക്കി ബാക്കി പാർട്ട്നേഴ്സിനെ അറിയിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. അതായത് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്, അതിന്റെ മറ്റൊരു പേരാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വിൽ. എന്താണ്, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ബില്ല് പ്രകാരം, ആഗ്രഹപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പാർട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നാലാമത് പറഞ്ഞതാണ് ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ്. സെക്ഷൻ 43 ആണ്. ഇവിടെ എന്തുണ്ടായിരിക്കണം, പാർട്ണർഷിപ്പ് അറ്റ് വില്ലായിരിക്കണം. ഇതിന്റെ മറ്റൊരു പേര് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. ദെൻ അഞ്ചാമത്തെ നമ്മുടെ മോഡ് ഓഫ് ഡിസൊല്യൂഷൻ ആണ് പറയുന്നത് ഡിസൊല്യൂഷൻ ബൈ കോർട്ട്. സെക്ഷൻ 44 മറന്നു പോകരുത്. സെക്ഷൻ 44 പ്രകാരം എന്താണ്, കോടതിക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേമിനെ ഡിസോൾവ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോർട്ട് പറയാണ് ഇനി നിങ്ങൾ ഇത് തുടങ്ങിക്കൊണ്ട് പോകണ്ട അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടുപോകണ്ട, നിർത്തിക്കോ എന്ന് പറയാനുള്ള അധികാരം സെക്ഷൻ 44 പ്രകാരം ആർക്കുണ്ട്, കോർട്ടിനുണ്ട്. എ കോർട്ട് മേ ഓർഡർ എ പാർട്ണർഷിപ്പ് ഫേം ടു ബി ഡിസോൾവ്ഡ് ഇൻ കേസ് ഓഫ് എ സ്യൂട്ട് ബൈ എ പാർട്ണർ ഓൺ ദി ഫോളോയിങ് ഗ്രൗണ്ട്. എന്താണ്, നമ്മളെ തന്നെ ഒരു പാർട്ണർ കൊണ്ടുപോയി കോടതിയിൽ എന്ത് ചെയ്യാണ്, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് തീരുമാനമെടുക്കാം എന്താണെന്ന് നോക്കിയിട്ട് ഈ ഒരു ഫേം പൂട്ടണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം ആർക്ക് തീരുമാനിക്കാം, സെക്ഷൻ 44 പ്രകാരം കോർട്ടിന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഏതൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, വെൻ എ പാർട്ണർ ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ്. എന്താണ്, നമ്മുടെ പാർട്ണർ ആരെങ്കിലും അൺസൗണ്ട് മൈൻഡ് ആയി അല്ലേ, ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ണർ എന്നിട്ട് പറയാണ് അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരതയില്ല, ഇനി ഒരു ഫേം കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, ഇതൊന്ന് ഡിസോൾവ് ചെയ്യണം, കോർട്ട് അതിനുള്ള പെർമിഷൻ തരണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക അല്ലെ. അങ്ങനെ ഫയൽ ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് എന്താണ്, അങ്ങനെ ഒരു ഡിസൊല്യൂഷൻ നടത്താനുള്ള അധികാരമുണ്ട്. സെക്കൻഡ് വൺ, വെൻ എ പാർട്ണർ ബിക്കം പെർമനന്റ്ലി ഇൻകേപ്പബിൾ ഓഫ് പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ് ആസ് എ പാർട്ണർ. എന്താണ്, ഒരു പാർട്ണർക്ക് ഒരു പാർട്ണറായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, പെർമനന്റ് ആയിട്ട്. അതായത് സ്ഥിരമായിട്ട് അയാൾക്ക് ഇനി ആ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ച് കിടപ്പായോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഒന്നും, പാർട്ണർ ആയിരിക്കുന്ന ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, വെൻ എ പാർട്ണർ ഈസ് ഗിൽറ്റി ഓഫ് മിസ്കണ്ടക്ട് അഫക്റ്റിംഗ് ദി ബിസിനസ് ഓഫ് ദി ഫേം. എന്താണ്, ഒരു പാർട്ണർ എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ വേറെ ഉള്ള പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, ഇതുപോലെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളാണ് ഈ ഒരു പാർട്ണർ ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഈ ബിസിനസ് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാം. അങ്ങനെയാണെങ്കിലും കോടതി വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഫേം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, വെൻ എ പാർട്ണർ ഡെലിബറേറ്റ്ലി ആൻഡ് കൺസിസ്റ്റന്റ്ലി കമ്മിറ്റ് ബ്രീച്ച് ഓഫ് എഗ്രിമെന്റ് റിലേറ്റിംഗ് ടു ദി മാനേജ്മെന്റ് ഓഫ് ദി ഫേം. എന്താണ്, ഒരു പാർട്ണർ മനഃപൂർവ്വം അല്ലെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലംഘിക്കുകയാണ്. അത് നമ്മുടെ ഫേമിന് അത്യാവശ്യമായിട്ടും വേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ഫേമിന്റെ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പെർമനന്റ് ആയിട്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെലിബറേറ്റ്ലി ആണ് അല്ലെ, മനഃപൂർവ്വം തന്നെ ഇതെല്ലാം എന്ത് ചെയ്യാണ്, ലംഘിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, അയാൾക്കെതിരെ ഒരു സ്യൂ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഈ ഒരു ഫേമിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ബ്രീച്ച് ആണ് ചെയ്യുന്നത്, അതായത് ലംഘിക്കുകയാണ് ചെയ്യുന്നത്, എഗ്രിമെന്റ് പ്രകാരം ഒന്നും പ്രവർത്തിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ കോടതിക്ക് എന്ത് നൽകാം, ഡിസൊല്യൂഷൻ നൽകാനുള്ള പവർ ഉണ്ട്. നെക്സ്റ്റ്, വെൻ എ പാർട്ണർ ട്രാൻസ്ഫർ ഹോൾ ഓഫ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ടു ദി തേർഡ് പാർട്ടി. നമ്മൾ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഇൻട്രസ്റ്റ് ആർക്ക് കൊടുക്കാൻ പറ്റില്ല, ഒരു പാർട്ണർ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പാർട്ണറിന്റെ ഇൻട്രസ്റ്റ് ഒരിക്കലും ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്ത് ചെയ്തു, ഇവിടെ ഈ പാർട്ണർ അദ്ദേഹത്തിന്റെ ഫുൾ ഇൻട്രസ്റ്റ് ആർക്ക് കൊടുത്തു, പുറത്തുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം, കോടതി മുഖാന്തരം എന്ത് ചെയ്യാം, ഈ ഒരു ഫേം ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ്, വെൻ എ ബിസിനസ് ഓഫ് ദി ഫേം കനോട്ട് ബി ക്യാരിഡ് ഓൺ എക്സ്പെക്റ്റഡ് എ ലോസ്. എന്താണ്, ഇനി തോന്നുകയാണ് ഈ ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത്, ഇനി ഒരു ലാഭത്തിലേക്ക് വരില്ല, ഇനി എത്ര തന്നെ ചെയ്താലും നഷ്ടമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കോടതി മുഖാന്തരം ഈ ഒരു ഫേം എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് പറയാണ്, വെൻ ദി കോർട്ട് റിഗാർഡ് ഇറ്റ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ടു ഡിസോൾവ് ദി ഫേം. ഇനി എന്താണ്, കോടതിക്ക് തന്നെ തീരുമാനിക്കാം
ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഫേം ഡിസോൾവ് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള തീരുമാനമെന്ന് കോടതിക്ക് തന്നെ തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട്? ഈ ഒരു ഫേമിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട്. അപ്പൊ നമ്മൾ കോടതി മുഖാന്തരം ഉള്ളതാണ് പറഞ്ഞത്. ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണ് പറഞ്ഞത്. അതിനകത്ത് കൂടുതലും പാർട്ട്നേഴ്സ് എന്ത് ചെയ്യാണ്? കോടതിയിൽ സ്യൂ ഫയൽ ചെയ്തിട്ട് ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വണ്ണിൽ നമ്മൾ പറഞ്ഞ എന്താണ്? കോടതിക്ക് തന്നെ തോന്നുകയാണ് ഈ ഒരു ഫേം ഇനി നടന്നു പോയിട്ട് കാര്യമില്ല, ഡിസൊല്യൂഷൻ ആണ് ഏറ്റവും ഇക്വിറ്റബിൾ ആയിട്ടുള്ള വേ അല്ലെങ്കിൽ ഏറ്റവും ജസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് തോന്നി കോടതിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്രയാണ് ഡിസൊല്യൂഷൻ ബൈ കോർട്ടിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിലാണ് എന്ത് നടക്കുന്നത്? ഡിസൊല്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഡിസൊല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞത്? ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് ഡിസൊല്യൂഷൻ ബൈ എഗ്രിമെന്റ് ആണ്. രണ്ടാമത് പറഞ്ഞത് കമ്പൽസറി ഡിസൊല്യൂഷൻ പറഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഡിസൊല്യൂഷൻ ഓൺ ദി ഹാപ്പനിങ് ഓഫ് കണ്ടിജൻസീസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസൊല്യൂഷൻ ബൈ നോട്ടീസ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഏതാണ്? ഡിസൊല്യൂഷൻ ബൈ കോർട്ടാണ്. അപ്പൊ ഇത്രയാണ് മോഡ്സ് ഓഫ് ഡിസൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫേം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയർ ആണ്. അപ്പൊ ഏതൊക്കെ അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത് ജസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജേർണൽ എൻട്രി പറയും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ അക്കൗണ്ടുകൾ ഒന്ന് പരിചയപ്പെട്ടു പോകാം. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട് ഓൺ ഡിസൊല്യൂഷൻ. എന്താണ്? ഡിസൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇറ്റ് ഹാസ് ടു ഡിസ്പോസ് ഓഫ് ഇറ്റ്സ് അസെറ്റ്സ്, പേ ഓഫ് ദി ലയബിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ടു പാർട്ട്നേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു ഫേം ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ലയബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യുന്നു. എന്നിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. ഇതാണ് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഡിസോൾവ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അസറ്റുകളിനെ റിയലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം. ബാലൻസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കുക? പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്, അത് പാർട്ട്നേഴ്സിന് കൊടുക്കുക. ഈ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ അസറ്റുകൾ റിയലൈസ് ചെയ്യുകയും വേണം, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയും വേണം. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രൊസീജിയർ. അതുവഴി നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കണം? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പൊ ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തയ്യാറാക്കേണ്ട അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ ബിസിനസിന്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അസറ്റുകളും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം അസറ്റുകൾ വിറ്റ് എത്ര രൂപ കിട്ടി അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നീട് എന്താണ്? ലയബിലിറ്റീസ് ഏതൊക്കെയാണ് പേ ഓഫ് ചെയ്തത് അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു റിയലൈസേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഇൻകം ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ആർക്കാണ് അവകാശപ്പെട്ടത്? പാർട്ട്നേഴ്സിനാണ്. അത് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നു. ആ ഒരു കാര്യമാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലെ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. പ്രിപ്പയർഡ് ടു ക്ലോസ് ദി അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. എന്താ പറഞ്ഞത്? റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്? നമ്മുടെ ബിസിനസ്സിനകത്തുള്ള അസറ്റും ലയബിലിറ്റീസും ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ അസറ്റുകൾ വിറ്റ് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഓൾ അസറ്റ് എക്സ്ക്ലൂഡിംഗ് ക്യാഷ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. മറന്നു പോകരുത്, നമ്മുടെ ബിസിനസ്സിനകത്തുള്ള എല്ലാ അസറ്റും നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അസറ്റും ലയബിലിറ്റീസ് അറിഞ്ഞൂടെ? ഓക്കെ, അപ്പൊ ആ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റും ലയബിലിറ്റീസും എല്ലാ അസറ്റും ലയബിലിറ്റീസും പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റും ഒഴികെയുള്ളതാണ് കേട്ടോ, മറന്നു വരുത്. ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റും ഒഴികെയുള്ള എല്ലാ അസറ്റും നമ്മൾ എന്ത് ചെയ്യുക? ഈ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ്സിനകത്തുള്ള ക്യാഷും ഫിക്ടീഷ്യസ് അസറ്റും ഒഴിച്ചുള്ള എല്ലാ അസറ്റുകളും ട്രാൻസ്ഫർ ചെയ്യണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക? ആൻഡ് ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ടു ദി ക്രെഡിറ്റ് സൈഡ്. എന്താണ്? നമ്മുടെ ബിസിനസ്സിനകത്തുള്ള എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ അസറ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിലേക്കും ലയബിലിറ്റീസ് എല്ലാം നമ്മൾ ഏത് സൈഡിലേക്കാണ്? ക്രെഡിറ്റ് സൈഡിലേക്കും. ഏത് അക്കൗണ്ടിന്റെ? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ എക്സ്റ്റേണൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് നമുക്ക് വരണ്ട?
ഇന്റേണൽ അതായത് ക്യാപിറ്റൽ അതുപോലെയുള്ള ഐറ്റംസ്, റിസർവ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമുക്ക് എവിടെ വരണ്ട, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതൊക്കെ ഇന്റേണൽ ആണ്. നമ്മളിവിടെ പറഞ്ഞ ഏത് ലൈബിലിറ്റിയുടെ കാര്യമാണ്? എക്സ്റ്റേണൽ, പുറത്ത് തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കാനുള്ള എല്ലാ ലൈബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ്, amount realized are credited and liability settles are debited to this account. എന്താണ്? അതിനുശേഷം അസറ്റ് ലൈബിലിറ്റീസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും? അസറ്റുകൾ വിറ്റ് എമൗണ്ട് കണ്ടെത്തും അല്ലേ? നമ്മുടെ ബിസിനസ്സിലുള്ള അസറ്റുകളെല്ലാം വിറ്റ്, അതായത് റിയലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് റിയലൈസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ്. നേരത്തെ നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലും അസറ്റ് റിയലൈസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലുമാണ് കാണിക്കേണ്ടത്. അതിനുശേഷം എന്ത് പറ്റുന്നു? നമ്മൾ ലൈബിലിറ്റീസ് എല്ലാം കൊടുത്തു തീർക്കും അല്ലെ? ലൈബിലിറ്റീസ് നമ്മൾ സെറ്റിൽ ചെയ്യും. അങ്ങനെ സെറ്റിൽ ചെയ്ത ലൈബിലിറ്റീസിന്റെ എമൗണ്ട് നമ്മൾ എവിടെ കാണിക്കുക? ഡെബിറ്റിൽ കാണിക്കുക. ഓക്കെ, മറന്നു പോകരുത്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അസറ്റ് ഡെബിറ്റിലും ലൈബിലിറ്റി ക്രെഡിറ്റിലും ആണ്. പക്ഷേ പേ ഓഫ് ചെയ്യുന്ന സമയത്ത് അസറ്റ് തിരിച്ച് ക്രെഡിറ്റിലും ലൈബിലിറ്റീസ് എവിടെയാണ് വരുന്നത്? ഡെബിറ്റിലും ആണ് വരുന്നത്. Then provision for bad debt account is closed by transferring credit side of realization account. നമ്മൾ സാധാരണ രീതിയിൽ തെറ്റിക്കുന്ന ഒരു ഐറ്റം ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡിലാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വരുന്നത്? സാധാരണ രീതിയിൽ അസറ്റ് സൈഡിലാണ് വരുന്നത്. അസറ്റില് സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വരുന്ന സമയത്ത് അസറ്റ് സൈഡിലാണല്ലോ വന്നത്. അസറ്റ് സൈഡിനെ എല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലോട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ എവിടെ കൊണ്ടുപോകരുത്? ഡെബിറ്റിലോട്ട് കൊണ്ടുപോകരുത്. കാരണം അത് അസറ്റിനെ കുറച്ചായിട്ടാണ് അല്ലേ? ഒരിക്കലും അതിനെ എടുത്ത് ഡെബിറ്റിലോട്ട് കൊണ്ടുപോകരുത്. ഇതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വരികയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ് നമ്മൾ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് എവിടെ കൊണ്ടുവരിക? ലൈബിലിറ്റി എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്രെഡിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ക്രെഡിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഏത് അക്കൗണ്ടിന്റെ? റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. അതാണ് അവിടെ നമുക്ക് എല്ലാവർക്കും തെറ്റുന്ന ഒരു കാര്യം. അസറ്റ് സൈഡിലാണല്ലോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് കിടക്കുന്നത് എന്ന് ആലോചിച്ച് ഡെബിറ്റിൽ കൊണ്ടുപോകും എന്ന് ആലോചിക്കരുത്. അസറ്റ് സൈഡിൽ അസറ്റിനെ കുറയ്ക്കുന്ന ഐറ്റമായിട്ടാണ് ഏത് വരുന്നത്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് വരുന്നത്. സോ അതൊരു ലൈബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എനി റിയലൈസേഷൻ എക്സ്പെൻസ് ഈസ് ഓൾസോ ഡെബിറ്റഡ് ടു ദിസ് അക്കൗണ്ട്. എന്താണ്? ഇനി നമുക്ക് ഈ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായി എന്ന് വിചാരിക്കൂ. അസറ്റ് വിത്ത് ലൈബിലിറ്റീസ് ഒക്കെ പേ ഓഫ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് ഉണ്ടായില്ലേ? അങ്ങനെ എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. കാരണം ഇതൊരു നോമിനൽ അക്കൗണ്ട് ആണ്. എക്സ്പെൻസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ആൻഡ് ദ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ടു ദി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ്? ഇനി ഈ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്ത ആ ബാലൻസ് ഫിഗർ ചിലപ്പോൾ പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ ലോസ് ആകാം. ഇത് നമ്മൾ ആരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാഭമായാലും നഷ്ടമായാലും അത് ആരാണ് വഹിക്കേണ്ടത്? പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഏത് അക്കൗണ്ടാണ്? പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ട് ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ എത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ജസ്റ്റ് ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫോർമാറ്റൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ആ ഒരു ബാലൻസ് നമ്മൾ ആർക്കാണ് കൊടുത്തത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് കൊടുത്തത്. നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നോർമൽ പോലെ തന്നെയാണ്. എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ ബാലൻസ് ആദ്യം നിങ്ങൾ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ ബിസിനസ് നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ളത് അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അതായത് ജനറൽ റിസർവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഫിറ്റ് ഉണ്ടെങ്കിലോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നഷ്ടങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാവുന്നതാണ്. നോക്കാം. ജനറൽ റിസർവ് വിൽ ബി ക്രെഡിറ്റർ. എന്താണ്? നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റിസർവ് ആണല്ലേ? അവരുടെ പ്രോഫിറ്റിന്റെ ഭാഗം തന്നെ നമ്മൾ മാറ്റിവെച്ച് റിസർവായിട്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഫേം പൂട്ടി പോവാണ്, ഇനി റിസർവിന്റെ ഒന്നും ആവശ്യമില്ല. ഈ റിസർവ് ആർക്ക് അവകാശപ്പെട്ടതാണ്?
പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. സോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. വെൻ എ ലൈബിലിറ്റി അസ്യൂംഡ് ബൈ എ പാർട്ട്ണർ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ്. അതായത് ഏതെങ്കിലും ഒരു ലൈബിലിറ്റി പാർട്ട്ണർ കൊടുക്കാമെന്ന് പറയും ഇല്ലേ. അതായത് ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റുകൾ വിൽക്കുകയും ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഏതെങ്കിലും ലൈബിലിറ്റി പാർട്ട്ണർ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. പാർട്ട്ണർ ആണ് കൊടുത്തത് എങ്കിൽ അങ്ങനെ ലൈബിലിറ്റീസ് എന്തെങ്കിലും പാർട്ട്ണർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ലൈബിലിറ്റിയെ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. മറന്നു പോരുത്. ജനറൽ റിസർവും അതുപോലെ തന്നെ പാർട്ട്ണർ ഏതെങ്കിലും ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ചെയ്യാം. വെൻ ആൻ അസറ്റ് ടേക്കൺ ഓവർ ബൈ എ പാർട്ട്ണർ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ്. മറന്നു പോരുത്. ലൈബിലിറ്റി കൊടുത്ത സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ പാർട്ട്ണർ ഈ ബിസിനസിന്റെ ഏതെങ്കിലും അസറ്റ് എടുത്തോണ്ട് പോകും അല്ലേ. അങ്ങനെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ ആ അസറ്റിന്റെ വില നമ്മൾ എന്ത് ചെയ്യുക, പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. മറന്നു പോരുത്. ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറയ്ക്കുന്ന ഐറ്റം ആണ് അത്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ഫിഗർ ക്യാഷ് എന്നാണ് കാണിക്കേണ്ടത്. കാരണം ഇനി ബാലൻസ് ചെയ്ത് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അടുത്ത വർഷം നമ്മുടെ ബിസിനസ് ഇല്ല. ഇനി അത് ക്യാഷ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിൽ ചെയ്യാണ് ചെയ്യേണ്ടത്. ബാലൻസ് എന്തെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് എടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട അക്കൗണ്ടിന്റെ പേരാണ് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്. ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷും അതുപോലെ തന്നെ ഫിക്ടീഷ്യസ് അസറ്റും ഒഴികെയുള്ള ബാക്കി എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആ ക്യാഷ് ബാലൻസ്, അതായത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്നോ ക്യാഷ് അറ്റ് ബാങ്ക് എന്നോ പറയുന്ന ആ ഒരു ഐറ്റം ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ ബാലൻസ് നമ്മൾ ഡെബിറ്റിൽ, ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ ആ ഒരു എമൗണ്ട് ആണ് കാണിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ടുകളും പിന്നെന്താണ് പേ ഓഫ് ചെയ്തതും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റെസീപ്റ്റും പേയ്മെന്റും എല്ലാം കാണിച്ചിട്ട് അസറ്റുകൾ വിൽക്കുന്നതും അതുപോലെ തന്നെ ലൈബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതും നമ്മൾ ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ക്യാഷ് വഴി എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നോ അതെല്ലാം നമുക്ക് എവിടെ കാണിക്കാം, ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കാം. ഇറ്റ് ഈസ് ദി ലാസ്റ്റ് അക്കൗണ്ട് വിച്ച് ടു ബി ക്ലോസ്ഡ്. എന്താണ്, നമ്മളൊരു ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട അക്കൗണ്ട് ആണ് ഏതെന്ന് പറയുന്നത്, ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്, ബാലൻസ് അല്ല. കാരണം എന്താ, ഇനി ആ ഒരു ബിസിനസ് ഉണ്ടോ, ബാലൻസ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് വെക്കാൻ ആ ഒരു ബിസിനസ് ഉണ്ടോ, ഇല്ല. ഈ ഒരു അക്കൗണ്ട് ടാലി ആയി പോവുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ റെക്കോർഡിംഗ് ഓൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ്, എന്താണ്, എല്ലാ റെസീറ്റും പേയ്മെന്റും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം, റിയലൈസേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെസീറ്റും പേയ്മെന്റും എല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം ദ ബാലൻസ് ഇൻ ദിസ് അക്കൗണ്ട് മസ്റ്റ് ബി ഈക്വൽ ടു ദി എമൗണ്ട് ഡ്യൂ ടു ദി പാർട്ട്നേഴ്സ്. എന്താണ്, ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ആയിട്ട് കണ്ടുപിടിച്ച അതേ എമൗണ്ടിന് ഈക്വൽ ആയിരിക്കും ഏതെന്ന് പറയുന്നത്, ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് എന്തായി മാറുകയാണ്, ടാലി ആയി മാറുകയാണ് ചെയ്യുന്നത്. ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് സൈഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദി ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് സൈഡ്. അതാണ് നമ്മൾ പറഞ്ഞത് ടാലി ആവും. നമ്മുടെ ഡെബിറ്റ് സൈഡും ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കുന്ന സമയത്ത് അത് ടാലി ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫേം അവിടെ ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഓരോന്നും നമുക്ക് എന്താണെന്നൊക്കെ പിന്നീട് വിശദമായിട്ട് പഠിക്കാം. ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയാണ് നമ്മൾ ഡിസൊല്യൂഷന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.